നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ചമ്മന്തി പോലെ ബംഗാളിക്കാർക്ക് കൊണ്ടൊരു ചമ്മന്തി, അതാണ് കുമ്രോ പോർത്ത. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: മത്തങ്ങ അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, നല്ല ജീരകം, മുളക്, സവാള എന്നിവയാണ്. ആദ്യം തന്നെ നമുക്ക് തിളച്ച് നമ്മുടെ എണ്ണയിലേക്ക് നമ്മുടെ മത്തങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമുക്കിത് മൊരിയുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം അത് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ച് അതേ എണ്ണയിലേക്ക് നമ്മുടെ അടുത്ത സാധനമായിട്ടുള്ള നല്ല ജീരകവും സവാളയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് മുരിഞ്ഞ് ഇത് കളറി കിട്ടുമ്പോൾ നമുക്കത് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഏകദേശം ഒരു മുരിയുന്ന ഭാഗമാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതും മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വെക്കുക. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മല്ലിച്ചീര ഉണ്ടല്ലോ അതും കൂടി ഇത്തിരി എടുത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്കൊന്ന് ഇതുപോലെ കൈ കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇത് നിരടിയെടുക്കാം. ഇതുപോലെ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ നിരടി എടുക്കാം കേട്ടോ നമുക്ക്. അതിനുശേഷം നമുക്ക് ഇത്തിരി മല്ലിച്ചീര അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നമുക്ക് ഇതുപോലെ പാകത്തിലാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ നാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ നീരൊന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഇത്തിരി കൊടുക്കുക. എന്നിട്ട് അതും കൂടി കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ഇതൊട്ട് ചെയ്യാനായിട്ട്, അരയ്ക്കാനായിട്ട്. കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അവസാനം നമുക്ക് ഈ പാകത്തിൽ കിട്ടുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു കുമ്രോ പോർത്ത ബംഗാളി ഡിഷ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല.